AI വലിയൊരു സാങ്കേതിക വിപ്ലവമാണ്. നമ്മളതിന്റെ എന്താ പറയാ കോരി കുടിക്കാൻ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. എന്തായിരുന്നു അത്? അതിന്റെ അറ്റത്തൊക്കെ നിൽക്കാണ്. അപ്പൊ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. വലിയ രീതിയിൽ ജോലി നഷ്ടം ഉണ്ടാകുന്നുള്ളൊരു ഭീതി മാത്രം എല്ലാവർക്കും ഉണ്ട്. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോ ഈ AI-യുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി തന്നെ പറയുന്നു എത്രയോ ആളുകൾക്ക് ജോലി നഷ്ടം ഉണ്ടാകും, കരുതിയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോ എന്താണ് അവസ്ഥ? അത് എത്രയോ ആളുകൾക്കല്ല, കോടിക്കണക്കിന് ആളുകൾക്ക് ലോകത്ത് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു, ജോലി നഷ്ടം ഉണ്ടാകുന്നതാണ് പറയുന്നത്. ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്ഥാപകരിൽ ഒരാളായ ജെഫ്രി ഹിൻഡനാണ്. ജെഫ്രി ഹിൻഡൻ ഈ രംഗത്ത് അദ്ദേഹം പിന്നെ നോബൽ സമ്മാനിതനാണ്, നോബൽ സമ്മാന ജേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് തന്നെ. അപ്പം ഇത് ഈ സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ ഇതിനെ അവഗണിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI-യുടെ ഗോഡ് ഫാദർ എന്നാണ്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ, ഗോഡ് ഫാദർ എന്ന് വിളിക്കുമ്പോൾ അറിയാമല്ലോ, അദ്ദേഹം അതിന്റെ ഒരു തലതൊട്ടപ്പൻ എന്ന നിലയ്ക്കാണ് കാണേണ്ടത്. അതിന്റെ ഗൗരവം എത്രത്തോളം? വളരെ ഗൗരവമുള്ള, വളരെ വളരെ തീരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ അറിവ് പിന്നെ വെറുതെ ഒരു അപകട സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അവബോധമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു വെറും അറിവ് മാത്രം ആയിട്ട് പോരാ, അത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അതിനെതിരായി പ്രവർത്തിക്കേണ്ടതല്ല, അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലപ്പോഴും ഇത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിലും ഒരു അവബോധം ഉണ്ടെങ്കിലും വരുമായിരിക്കും, അതൊന്നും പെട്ടെന്ന് എന്നെ ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, ഈ തൊഴിൽ AI-യുടെ കടന്നുവരവിലൂടെ തൊഴിൽ നഷ്ടപ്പെടാത്ത 5 തൊഴിൽ മേഖലകളെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അത് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകളില്ലേ, ആളുകളൊക്കെ അറിയേണ്ടതാണ്, അവബോധം ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ജെഫ്രി ഹിൻഡൻ പറയുന്നത്, അടുത്ത 10 വർഷത്തിനിടയിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തും എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ് ഭൂമിയിലെത്തും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് വലിയ ഒരു ആക്രമണത്തിന് തയ്യാറായിട്ടെന്നവണ്ണം, ഒരു സ്പേസ് ഷിപ്പിൽ എന്നവണ്ണം അവർ വന്നു ചേരും എന്നാണ് പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ കൺഫേം ആയിട്ട് അവർ വരും എന്ന് പറയുന്നു. അതിനെ നമ്മളൊരു ടെലിസ്കോപ്പിലൂടെ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഭയപ്പെടും, അല്ലെങ്കിൽ എതിരായിട്ട് നമ്മൾ കരുതലോടെ ഇരിക്കും. വരുന്നു സ്പേസ് ഷിപ്പ്, അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നു, അതിനെ തടയാനുള്ള മാർഗങ്ങൾ നാസ ആക്രമണത്തിൽ ഒരുക്കുന്നു, അല്ലെങ്കിൽ മറ്റു ഏജൻസികൾ, ഇന്ത്യ, നമ്മളെ സ്പേസ് ഏജൻസികൾ, മറ്റു ഏജൻസികൾ എല്ലാം ചേർന്നിട്ട് അതിനെ ചെറുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തില്ലേ. ആലങ്കാരികമായാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. AI വരുന്ന ഈ സൂപ്പർ ഇന്റലിജൻസുമായിട്ട് ഈ ഏലിയൻസിനെ പോലെ ഈ AI സമ്പൂർണ്ണ ആധിപത്യം കൈയടക്കും എന്നാ പറയുന്നത്, ചില മേഖലകൾ ഒഴികെ. അപ്പൊ അതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ, നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആണെന്നാ പറയുന്നത്. അസ്തിത്വപരമായി നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണിയാണ്. അപ്പം മനുഷ്യനേക്കാൾ വലിയ ശക്തിയും ബുദ്ധിയും ഉണ്ടാകുമ്പോൾ അത് നമ്മളെ മാറ്റി സ്ഥാപിച്ചേക്കാം. ഇപ്പൊ ഗൂഗിളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ, ആ സ്ഥാപനങ്ങൾക്ക് ഇത് നന്നായിട്ട് അറിയാം, നല്ലവണ്ണം അറിയാം. അവരിത് അറിയില്ല എന്ന് നടിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം മനുഷ്യനെ മാറ്റി സ്ഥാപിക്കപ്പെടാം, അവന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ല, നിലനിൽപ്പിന് തന്നെ ഇല്ലാതാകും എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അപ്പം തൊഴിലില്ലായ്മയെക്കുറിച്ചും അദ്ദേഹം സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നത്, വൻതോതിലുള്ള തൊഴിൽ നഷ്ടം, സാമ്പത്തിക അസമത്വം, കോടിക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടമാണ് വരാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആശങ്കയായിട്ട് അദ്ദേഹം പറയുന്നത്. $1 ട്രില്യൺ AI-യിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. അപ്പൊ ഈ പണം നിക്ഷേപിക്കുമ്പോൾ കമ്പനികളുടെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കൽ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകും. ആ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് അവർ അതിൻ്റെ ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ആ രംഗം അതിദ്രുതം വളരുകയാണ് എന്നാണ്. അപ്പൊ ജോലി നഷ്ടത്തെക്കുറിച്ച് പറയുന്നത്, ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഫീസ് ഈടാക്കുന്നതിനപ്പുറം അതിന് കാശ് ഈടാക്കുന്നുണ്ട്. AI-യിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ജോലികൾ മാറ്റി സ്ഥാപിക്കുക എന്നതാണ്. റീപ്ലേസിംഗ് ജോബ്സ്
ഇതാണ് ശരിക്കും കമ്പനികൾ ചെയ്യുന്നത്. ജോലികൾക്ക് പകരം ഈ ഇത് ഉപയോഗിച്ചിട്ട് അതിനുള്ള ഫീസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ടൂളുണ്ട് കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങുന്നതിന് പകരം ആളുകളെ ജോലിക്ക് പകരം ആളുകളെ മാറ്റി സ്ഥാപിക്കുക. അതാണ് അവർക്ക് കൂടുതൽ എളുപ്പമുള്ള വഴി. എങ്ങനെയാണ് കൂടുതൽ ആളുകളെ കുറയ്ക്കുമ്പോൾ കൂടുതൽ ശമ്പള ഇനത്തിൽ പണം നൽകുന്നത് കുറയും. അപ്പൊ അവർക്ക് സാമ്പത്തികമായി ഒരുപാട് വരുമാനം ഉണ്ടാവും. കൂട്ടിയിട്ടല്ല, കുറച്ചിട്ടാണ്. ഇപ്പൊ ലോകത്തെ എനർജി സേവിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയാം. നമ്മളിന്ന് കാണുന്ന എനർജി സേവിങ് ഉണ്ടല്ലോ, ലോകത്തിന്റെ ആവശ്യത്തിനുള്ള എനർജി സേവിങ് നടത്തിയത് ഉൽപാദനം കൂട്ടിയിട്ടല്ല കേട്ടോ, കുറച്ചിട്ടാണ്. അതിന്റെ ഉപയോഗം കുറച്ചിട്ട് ആ കുറയ്ക്കുന്ന ഉപയോഗം മറ്റ് മേഖലകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ലോകവ്യാപകമായിട്ട് അത് ചെയ്യുമ്പോൾ അത് വലുതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ കൂടുതൽ ലാഭകരമാക്കാനുള്ള വഴി തൊഴിലാളികളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന വില കുറഞ്ഞ സംവിധാനം കണ്ടെത്തുക എന്നതാണ്. വില കുറഞ്ഞ സംവിധാനം, തൊഴിലാളികൾ റീപ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും വില കുറഞ്ഞതും ചെലവ് കുറഞ്ഞുമായിട്ടുള്ള സംവിധാനം കണ്ടെത്തുക. ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെലവുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ചെലവില്ല, അത് നോക്കിക്കോളുന്നതാണ്. അതിന്റെ ഷെൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവും എയുടെ വളർച്ച കൊണ്ട്. അത് നല്ല കാര്യമാണെങ്കിലും ഉൽപാദനക്ഷമത വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിലെ സാമൂഹിക ഘടന കാരണം അത് വളരെയധികം ദോഷം ചെയ്യും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വലിയ അന്തരം വരും എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ഫലമായി മസ്കിനെ പോലുള്ളവർ കൂടുതൽ സമ്പന്നരാകുകയും ധാരാളം ആളുകൾക്ക് തൊഴിലില്ലാതെയും ചെയ്യും. മസ്ക് ഇതൊന്നും കാര്യമാക്കില്ല, അയാൾക്കൊന്നും പ്രശ്നമേ അല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. എയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തെ നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ പ്രശ്നമാണ്. അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനനുസരിച്ച് അതാണ് ശരിക്കും പ്രശ്നം. എയുടെ പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. തൊഴിലൊക്കെ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുന്നുണ്ട്. വ്യവസായ വിപ്ലവ കാലത്ത് കായിക ജോലികൾ മാറിയപ്പോൾ, കായികമായിട്ടുള്ള ജോലി മാറിയിട്ട് ഈ യന്ത്രങ്ങൾ അതിന് പകരം റീപ്ലേസ് ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിച്ച പോലെ കോൾ സെന്ററുകളിൽ ജോലി ലഭിച്ചു അത്ര ആളുകൾക്ക്, ഈ മനുഷ്യർക്കൊക്കെ. എന്നാൽ ഇപ്പോൾ അത്തരം ജോലികളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഈ ആളുകൾക്ക് എവിടേക്കാണ് പോകാൻ കഴിയുക എന്ന് വ്യക്തമേ അല്ല. എവിടേക്ക് പോകാൻ കഴിയുമെന്ന് അറിയില്ല എന്നാണ്. അപ്പം തെറ്റായ ഇത്തരത്തിലുള്ള ഈ മാതൃക തെറ്റാണെന്ന് ജെഫ്രി ഹിൻഡൻ സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാരുകളുടെയും വൻകിട കമ്പനികളുടെയും സമീപനങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ തെറ്റായ മാതൃകകൾ, ഞാനാണ് CEO, ഈ സൂപ്പർ ഇന്റലിജന്റ് എൻ്റെ മിടുക്കിയായ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണ്, ഇതാണ് എൻ്റെ ഹലോ മേരി അല്ലെ മറ്റു പേരൊക്കെ ഇട്ടിട്ട് സംസാരിക്കൂ, മറ്റത് പറയൂ എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് മിടുക്കൻ എന്ന് പറയുന്ന വൻകിട കമ്പനികൾക്കുള്ള മാതൃക, അതും തെറ്റാണ്. അതെന്താണ് ഇവിടെ പകരം എന്താ വരുന്നത്? എനിക്കാണ് അധികാരം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതാണ് ഇപ്പം നിലവിലുള്ള ഒരു അവസ്ഥ. നമ്മൾ മേരി പറയും. ശരിയായ മാതൃക ഇനി വരാൻ പോകുന്നത് തങ്ങളെക്കാൾ ബുദ്ധിയുള്ള ഒന്നിനെ, ഒരു കുറഞ്ഞ ശേഷിയുള്ള ബുദ്ധിയുള്ള ഒരു വസ്തുവിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നത് ഒരു മാതൃകയായിട്ട് ഹിൻഡൻ ചോദിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു സാധനത്തിനോട് നമ്മൾ എങ്ങനെയാണ് മേനി പറയുക? അവൻ തന്നെ പറഞ്ഞു കൊടുക്കും, നിന്നേക്കാൾ ബുദ്ധി എനിക്കാണ്. അപ്പം മനുഷ്യനെ മറികടക്കുന്ന സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ചില മേഖലകൾ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷവും. അപ്പൊ എങ്ങനെയാണ് അതിനെ ഈ മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്, എങ്ങനെ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം എന്നറിയോ? അമ്മയെ നിയന്ത്രിക്കുന്ന കുഞ്ഞ് എന്നാണ്. അതാണ് അദ്ദേഹം ഉദാഹരണം പറയുന്നത്. സ്വന്തം കാര്യത്തെക്കാൾ അമ്മയുടെ കാര്യത്തെക്കാൾ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുമല്ലോ അമ്മ. ആ അമ്മയെ കുഞ്ഞ് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ സൂപ്പർ ഇന്റലിജൻസുമായി സഹവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു മികച്ച മാതൃകയാണ്. അപ്പൊ കുഞ്ഞ് അമ്മയെ നിയന്ത്രിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ നമ്മളെ നിയന്ത്രിക്കും, നമ്മൾ തിരിച്ചല്ല. ഇതുവരെ അങ്ങനെയായിരുന്നു, ഇനി ഇങ്ങോട്ടാണ് തിരിച്ചു വരാൻ പോകുന്നത്. അപ്പൊ അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. ചെർണോബില് നടന്ന ഒരു അപകട സാധ്യതയെക്കുറിച്ച് നമ്മൾ ആണവ ദുരന്തം പോലെ അത്തരത്തിലുള്ള ഒരു വളരെ സെൻസ് ഓഫ് അർജൻസി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ് എന്നാണ്. ഈ സെൻസ് ഓഫ് അർജൻസി മനുഷ്യന് നഷ്ടപ്പെടുമ്പോഴാണ് പൊടുന്നനെ തീരുമാനമെടുക്കാൻ പറ്റാത്തത്. അത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ സെൻസ് ഓഫ് അർജൻസി നമുക്ക് ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മത്സരമുണ്ട് കമ്പനികൾ തമ്മിൽ. അപ്പൊ സുരക്ഷയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ രംഗത്തെ ആധിപത്യത്തിലുള്ള നെട്ടോട്ടത്തിലാണ് ഇത്തരം കമ്പനികളെല്ലാം. അപ്പം അത് സുരക്ഷയിൽ വീഴ്ചയുണ്ടാവും. ഗൂഗിളും ഡീപ് മൈൻഡും പോലുള്ള കമ്പനികൾ, നിരവധി കമ്പനികളുണ്ട്. അപ്പൊ അവരൊക്കെ മെറ്റ പോലുള്ള കമ്പനികൾ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മയിൽ ഭയങ്കര മുന്നിലാണ്, ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഗൂഗിളും മറ്റവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറെയൊക്കെ ഡീപ് മൈൻഡ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ മെറ്റയുടെ ഈ അലംഭാവം ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ്. ഇപ്പൊ ഓപ്പൺ AI പോലും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഉത്തരവാദിത്വം ഇല്ലാത്തവരായി മാറുന്നു. അപ്പൊ ഞാൻ ഈ ടൂളൊക്കെ ഉപയോഗിക്കുമ്പോൾ
പലപ്പോഴും ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഓപ്പൺ എഐയുടെ ഇതാണ് ചാറ്റ് ജി പി ടിക്ക് മുമ്പ് കൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവൻ റിസർച്ച് മോഡിൽ കൊണ്ടുവന്നു. ഇപ്പം അത്ര ഇല്ല എന്ന് എനിക്ക്, ഞാൻ വേർഷൻ 5 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് വേണ്ടത്ര അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയാൻ പാകത്തിന് ഞാൻ ദേഷ്യം പിടിച്ചിട്ടൊക്കെ അവനോട് സംസാരിക്കും. മനസ്സിലായി, താങ്കൾ എന്നോട് ക്ഷമിക്കണം, താങ്കൾ വൈകാരികമായി ഇതിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മളെ വികാരഭരിതനാക്കാതെ ഇമോഷണൽ ഇന്റലിജൻസ് ബാലൻസ് കൊണ്ടുപോകാൻ ഇവൻ ഭയങ്കര സഹായിക്കുന്നുണ്ട്. മനുഷ്യരോടാണ് നമ്മൾ ചീത്ത വിളിക്കും, പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ, മക്കളോടൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇവനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഓപ്പൺ എഐ പോലും ദിവസം കഴിയുന്തോറും കൂടുതൽ ഉത്തരവാദിത്വമില്ലാത്തവരായി മാറുന്നു എന്ന് ഹിൻഡൻ പറയുന്നുണ്ട്. മികച്ച സുരക്ഷാ ഗവേഷകർ സ്ഥാപനം വിടാൻ ഒരുങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കുഴപ്പമാണ്. അപ്പൊ ചെർണോബിൽ അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് എഐയുടെ അപകട സാധ്യതയെക്കുറിച്ച് പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് നമ്മൾ ആണവ നിരായുധീകരണത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ചെർണോബിൽ ഉണ്ടായതുകൊണ്ട് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുണ്ട് എന്ന് പറഞ്ഞ പോലെ എയുടെ അപകട സാധ്യതകളെ കുറിച്ച് ജനങ്ങൾക്ക് ഭയം തോന്നാനും കൂടുതൽ ശ്രദ്ധ നൽകാനും വേണ്ടി നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. ഒരു ഇൻസിഡന്റ്, ഇപ്പൊ എയർ റിലേറ്റഡ് ആയിട്ടുള്ള ലോകത്ത് നടത്തുന്ന നടുക്കുന്ന ഒരു ഇൻസിഡന്റ്, തെറ്റായ വിവരങ്ങൾ കൊണ്ട് ഒരു മെസ്സേജ് പോയിട്ട് ഒരു വലിയ അപകടമുണ്ട്. ഒരു ആണവ ഉപകരണം, ഒരു ആയുധം അത് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ച എയുടെ കമാൻഡ് കൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ വേറെന്തൊരു തകരാറ് കൊണ്ട് സംഭവിച്ചു, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു, ലോകത്തെ നടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ചെർണോബിൽ അതല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പോലെ ഒന്ന് സംഭവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് നമ്മൾ അലേർട്ട് ആവുക, അപ്പോഴാണ് നമ്മൾ മുൻകരുതൽ ശരിക്കും എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആണവ നിരായുധീകരണത്തിന് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എങ്ങനെയാണോ ചെന്നത്, അതുപോലെ ചെർണോബിൽ പോലുള്ള ഒരു സംഭവം ആവശ്യമായി വരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. യുഎസിൽ ഇപ്പോൾ യുഎസും ചൈനയും പരസ്പരം അല്പം മുന്നിലാണെങ്കിൽ യുഎസ് ആണ് മുന്നിൽ, പക്ഷെ കരുതിയതിന് അത്ര മുന്നിലല്ല അമേരിക്ക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയുടെ നേട്ടം എന്താ വെച്ചാൽ ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ മേഖലകൾ ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട്. ആളുകൾക്ക് അവർ എഐ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ വീഴ്ച എന്താണെന്ന് വെച്ചാൽ യുഎസ് ഈ രംഗത്തെ മിടുക്കരായ കുടിയേറ്റക്കാരെ ആശ്രയിച്ചിരുന്നു. അപ്പോൾ ആ കുടിയേറ്റ നിയമങ്ങളൊക്കെ ഗവേഷണത്തിലുള്ള ഫണ്ടുകൾ നിർത്തിയിരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികൾക്കും ട്രംപ് ഫണ്ടുകൾ നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ആളുകൾ ഒരു 10, 15, 20 വർഷങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണമായും നല്ല കഴിവുള്ള ആളുകളുടെ ആശയപരമായ മുന്നേറ്റങ്ങൾക്കുള്ള ആളുകൾ ഇല്ലാതായി പോകും എന്നാണ്. അതൊരു വലിയ കുറവായിട്ട് യുഎസ് നേരിടുന്ന ഭീകരമായ വെല്ലുവിളിയാണ്. ചൈന ഈ കാര്യത്തിൽ വളരെ മുന്നോട്ടാണ് പോകുന്നത്. എന്തായാലും ഈ എയുടെ വികസനം പൂർണ്ണമായി നിർത്തണമോ എന്ന കാര്യത്തിൽ തനിക്കും ഇപ്പോഴും ഉറപ്പില്ലെന്ന് ജെഫ്രി ഹിൻഡൻ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന നോബൽ സമ്മാന ജേതാവായ എയുടെ ഗോഡ് ഫാദറായ അദ്ദേഹത്തിന്റെ ഈ ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഒരു ദുരന്തം ഉണ്ടാകാനായി മാത്രം ഭരണകൂടങ്ങളും വ്യക്തികളും ഒന്നും കാത്തിരിക്കേണ്ടതില്ല. ഈ ദുരന്തമൊക്കെ ചെറിയ ദുരന്തം വരാട്ടോ. നമ്മുടെ എയുടെ കമാൻഡിങ് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ചോർന്നു പോയേക്കാം, അതല്ലെങ്കിൽ മറ്റൊരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അപകടം പറ്റിയേക്കാം. ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ തന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റായ സമീപനത്തോട് ചികിത്സയിൽ പിഴവ് പറ്റി അപകടങ്ങൾ സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. ഇതൊക്കെ സാധ്യതകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വ്യക്തിയും സർക്കാരും ഭരണകൂടങ്ങളും സ്ഥാപനങ്ങളും ലോകവും ഒക്കെ രാജ്യങ്ങളൊക്കെ ഉണരുക, പഠിക്കുക. ജെഫ്രി ഹിൻഡന്റെ ഈ ഓർമ്മപ്പെടുത്തൽ നമുക്കും വലിയൊരു അറിവായിട്ട് നമുക്ക് മുൻകരുതലായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.